കേരളത്തിന്റെ പുതിയ ക്യാപ്റ്റൻ വി.ഡി. സതീശൻ ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 12 മണിക്ക് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ദീപാദാസ് മുൻഷിയാണ് സതീശന്റെ പേര് പ്രഖ്യാപിച്ചത്. MLA-മാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ പൊതുവികാരങ്ങളും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും മുൻ KPCC പ്രസിഡന്റുമാരുടെ ഉറച്ച നിലപാടും ഹൈക്കമാൻഡിനെ സതീശനിലേക്ക് എത്തിച്ചതിൽ നിർണായക ഘടകമായി. അങ്ങനെയാണ് MLA-മാരുടെ അംഗബലത്തിൽ മുന്നിലായിട്ടും ജനവികാരവും ഉജ്ജ്വല വിജയം സമ്മാനിച്ച നായകനെന്ന പരിവേഷവും KCയെ തള്ളി സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിച്ചത്. 1964 എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ ദാമോദരൻ മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. ഭാര്യ ലക്ഷ്മി പ്രിയയും ഏക മകൾ ഉണ്ണിമായയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് ഈ കുടുംബം തന്നെയാണ്. പുതിയ തലമുറയോട് സംസാരിക്കുമ്പോൾ വീട്ടിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകാറില്ല. അതിനുള്ള കാരണക്കാരി മകൾ ഉണ്ണിമായ തന്നെയാണ്. അച്ഛനെ പല കാര്യങ്ങളിലും വിമർശിക്കാൻ അധികാരമുണ്ട് മകൾക്ക്. അച്ഛന് പുതിയ പുസ്തകങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് മകൾ തന്നെ. തന്റെ കടുത്ത സ്ത്രീപക്ഷ നിലപാടിന് പിന്നിൽ മകൾ തന്നെയാണെന്ന് വി.ഡി. സതീശനും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആൺപെൺ എന്നതിനപ്പുറം ലിംഗസമത്വത്തോടെ പെരുമാറാൻ പഠിപ്പിച്ചതും മകൾ തന്നെയാണ്. തന്നെ പോകുന്നിടത്തേക്കെല്ലാം തങ്ങളെ ഒപ്പം കൂട്ടാറുള്ള പ്രകൃതക്കാരനല്ല അച്ഛൻ. എന്നാൽ വീട്ടിലുള്ളപ്പോഴൊക്കെ കുടുംബമായി സമയം ചെലവഴിക്കാൻ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്ന ആൾ തന്നെയാണ്. അതിൽ തനിക്കോ അമ്മയ്ക്കോ അക്കാര്യത്തിൽ ഇതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. സ്വപ്നതുല്യമായ 2 വീടുകളുണ്ട് വി.ഡി. സതീശന്. ആദ്യത്തേത് ആലുവയിലെ ദേഷ്യം എന്നിടത്തും രണ്ടാമത്തേത് സ്വന്തം മണ്ഡലമായ പരവൂരും. ഈ 2 വീടുകളും തമ്മിലുള്ള അകലം വെറും 10 കിലോമീറ്റർ മാത്രമാണ്. നിയുക്ത കേരള മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. റിസൾട്ട് വന്ന അന്നു മുതലുള്ള കാത്തിരിപ്പായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. ആരായിരിക്കും കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കാത്തിരുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും വി.ഡി. സതീശൻ എന്ന പേര് മാത്രമായിരുന്നു.